പണ്ട് ജയ്പൂർ പോയ സമയത്ത് ഇതേപോലെ കുരങ്ങൻ്റെ അടുത്തുണ്ട്. അവിടെ മങ്കി ടെമ്പിൾ ഉണ്ടായിരുന്നു. ഇത് ഇതുപോലെ ഇവിടുത്തെ ഒരു നാടോടികളുടെ सेतिकी లేదు అక్కడ బట్టలు ఉంటుంది. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് കൊളംബോയിലാണ്. കൊളംബോയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ രാത്രിയിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ശ്രീലങ്കയിലെ കൊളംബോയിൽ ഗേലെ ഫിഷ് ബീച്ചിൻ്റെ പരിസരത്താണ് ഇപ്പോൾ ഞാനുള്ളത്. രാത്രിയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നാടോടികളുടെ കുറച്ച് നമ്മളെ കുരങ്ങനും പാമ്പൊക്കെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അവരിത് പൂട്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് വേണേൽ കുറച്ച് നേരം നമുക്കൊന്ന് കാണാം. Don't bite. Don't bite. You're a beautiful monkey. His name Michael Jackson. Take. No, don't bite. Here, camera here. A selfie. This is one selfie. It's not working. Photo. ഞാനിപ്പോൾ ഉള്ളത് കൊളംബോയില് ഈ തെരുവോരത്ത് ഒരു Michael. ഞാനിപ്പോൾ ഉള്ളത് കൊളംബോയില് ഗോൾഡ് ഫിഷ് കടൽ. Very beautiful. Hey, this. Cut there again. Stand. Okay. പണ്ട് ജയ്പൂർ പോയ സമയത്ത് ഇതേപോലെ കുരങ്ങൻ്റെ അടുത്തുണ്ട്. അവിടെ മങ്കി ടെമ്പിൾ ഉണ്ടായിരുന്നു. ഇത് ഇതുപോലെ ഇവിടുത്തെ ഒരു നാടോടികളുടെ सेतिकी లేదు అక్కడ బట్టలు ఉంటుంది. ఓకే down. Okay. Only touch. No. എനിക്ക് ഭയങ്കര പേടിയാ പാമ്പുകളെ. This cobra. No cobra. Python. Python. Yeah. It's no snake.
It's good. This is Malambab. അങ്ങനെ നാടോടികൾക്ക് കുറച്ച് കാശ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. നമ്മളെ ലോട്ടസ് ബിൽഡിംഗ് അതാ കാണുന്നുണ്ടല്ലേ, പലവിധ കളറിൽ, ഇപ്പോൾ പച്ച, നീല, ചുവപ്പ്, എവിടെ നിന്നും അതിൻ്റെ ഇടയിൽ കൂടി ഇതിങ്ങനെ കാണും. അത്രയും ലൈറ്റുള്ളൊരു ബിൽഡിങ്ങാണത്, ലോട്ടസ് ടവർ. പകലൊരു ദിവസം ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ പിന്നെ രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്, കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഈ ഭാഗത്തില്ല. ഇവിടുന്ന് കരൻ്റെ ഈ കടലിനോട് ചാരിയിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ റോഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത്. മുമ്പ് ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിലായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്, ഇതൊക്കെ മണ്ണിട്ട് നിരത്തിയതാണ്. ഇവിടെ ഒരു കഫ്തീരിയ പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർക്ക് കടകൾ പൂട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കടകൾ രാത്രി വൈകി പൂട്ടുന്ന കുറേ കടകളുണ്ടല്ലോ, അതിൽപ്പെട്ട കടകളാണ് തോന്നുന്നുണ്ട് ഇത്. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ പരിപ്പ് വട. ഇങ്ങനെ പൊരിച്ചുണ്ടാക്കിയിട്ട് പരിപ്പ് വടൻ്റെ ഇടയിൽ ചെമ്മീൻ നിർത്തി വെച്ചാണ് ഈ കാണുന്നത്. അപ്പോൾ ബീച്ചിൽ നിന്ന് മടങ്ങിയിട്ട് ഇനി ബസ് കാത്തുനിൽക്കുകയാണ്. ഇവിടെ ബസ് സർവീസ് നല്ല സർവീസാണ്. ബസ്സിന് ഓരോ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ നമ്പറിന് അനുസരിച്ചിട്ട് നമ്മൾ പോയാൽ മതി. അപ്പോൾ പിന്നെ യാതൊരു പ്രശ്നമില്ല. നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ, അപ്പോഴാണ് നിങ്ങൾക്ക് ശ്രീലങ്കനെ പറ്റിയിട്ടുള്ളൊരു ഐഡിയ കാര്യങ്ങൾ കിട്ടുക. ഇതാണ് ഒരു ബസ് സ്റ്റോപ്പൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ ചങ്ങായി കടന്നുറങ്ങണമുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഈ സമയം രാത്രി. ബസ് കാത്തുനിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ. ബസ് വന്നാൽ ഉടനെ പോവും വേണം. ബസ് എത്തിക്കുന്നു. അപ്പം ഞാൻ ബസ്സിൽ കയറുകയാണ്. 102 നമ്പർ ബസ്സാണ് ഇത്. ഉള്ളിലൊക്കെ ആകെ പെയിൻ്റൊക്കെ അടിച്ചല്ല ഉഷാറാക്കിയിരിക്കുന്നത്. 30 രൂപയാണ് ചാർജ്. അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ഇറങ്ങിക്കുന്നു, ബസ് പോയിക്കുന്നു. ഇനി കുറച്ചങ്ങോട്ട് നടന്നു പോകണം. ഇവിടെ ഒരു ചെറിയൊരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അമ്പലങ്ങൾക്കൊന്നും യാതൊരു ക്ഷാമമല്ല. ഇവിടെ ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. ബുദ്ധ ടെമ്പിളുകളുണ്ട്, മറ്റേ ടെമ്പിളുകളുണ്ട്. ഇത് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണ്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ചെറിയതാണ്, കുഞ്ഞ് ലോട്ടറിയാണ്. ലോട്ടറിൻ്റെ സൈസൊക്കെ വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സൈസാണ് ഇവിടെ ഉള്ളത്. ഇതിങ്ങനെ മുക്കിന് ഈ ലോട്ടറി പരിപാടി ഉണ്ട്. ഇതിവിടുത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടുത്തെ KSRTC അല്ല, ഇവിടുത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇവിടുത്തെ KSRTC ആണ് ഈ കാണുന്നത്. അത് ഇവിടുത്തെ ഒരു റെഡ് കളറിലാണ് അതുള്ളത്. ഇവിടുത്തെ പോസ്റ്റ് ബോക്സാണ്. റോട്ടിലുള്ള പഴയ കാലത്തെ പോസ്റ്റ് ഉണ്ടല്ലോ, തപാൽ പെട്ടി, ആ പെട്ടിയാണ് ഈ കാണുന്നത്. ഇത് മഴ ചെയ്തിട്ട് ചെറിയ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ച പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ മെയിൻ ഭാഗമാണ്. ഇവിടെ രാത്രിയും അങ്ങനെ നിർത്തുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഓട്ടമുണ്ട് ഇവിടെ. ഇത് വലിയ കണ്ടെയ്നർ ലോറിയാണ് ഈ കാണുന്നത്. ഇവിടെ വലിയ ഷിപ്പൊക്കെ വരുന്ന സ്ഥലമാണ് ഈ കൊളംബോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ നമ്മുടെ റൂമിലേക്ക് അങ്ങനെ നടന്നു പോവാണ് രാത്രി. അപ്പോൾ രാത്രിയിലെ കാഴ്ചയൊക്കെ നമുക്ക് അങ്ങനെ കാണാം, റോഡിലെ തെരുവിലൂടെയുള്ള കാഴ്ചകൾ. ഇത് ട്രോളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അരിച്ചാക്കൊക്കെ പണ്ടിങ്ങനെ ഉന്തിക്കൊണ്ടേന്ന് മാർക്കറ്റിൽ നിന്ന് ആ ഒരു സാധനം നിർത്തിയിട്ടിരിക്കുകയാണ്. ഇത് പകലായി കഴിഞ്ഞാൽ തോടും. ഇതുണ്ടല്ലേ, കണ്ടമാനുണ്ട്, ഇഷ്ടം പോലെ നിർത്തിയിട്ടിരിക്കുന്നു. നല്ല രസമാണ്. ഇവർ കുറച്ചും കൂടി കൊല്ലം പിറകോട്ടാണെന്നുള്ള ഇതിലുണ്ട് ഇവരെ ചില കാര്യങ്ങൾ കണ്ടാൽ. കുറേ നിർത്തിയിട്ടിരിക്കുന്നു. കണ്ടമാനെന്ന് പറഞ്ഞാൽ കണ്ടമാനുണ്ട്. ഇപ്പം നമ്മളുടെ സി സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലേ അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ ഈ സി സ്ട്രീറ്റിലാണ് നമ്മളെ ഗോൾഡ് മാർക്കറ്റ് ഉള്ളത്. ഗോൾഡ് മാർക്കറ്റാണ് സി സ്ട്രീറ്റിൽ. ഇതിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊളംബോ തുറമുഖത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തുന്ന ഭാഗമാണ്. ഇതുണ്ടല്ലേ, സി സ്ട്രീറ്റ് കൊളംബോ. ഇത് കൂടുതലും ഇവിടെ
സ്വർണ്ണക്കടകളാണ്. ഈ സ്വർണ്ണക്കടകളിൽ നിന്ന് ഡോളർ നമുക്ക് മാറ്റാൻ കിട്ടും. ഇത് രാത്രിയും അമ്പലത്തിൻ്റെ മുന്നിൽ ഇത് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കുറേ മധുരപലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി പിന്നെ കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.